അപ്പൊ നമ്മളെ ഇപ്പൊ പറൂര് പോകാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ വെയിൽ സഹിക്കാൻ പറ്റണില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും തണുത്തതും കൂടി കുടിക്കാം. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? തണുത്തത് കുടിക്കാൻ അല്ല, പറൂരൊരു പുതിയ കട ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ആ കട കാണാം. ഓക്കെ, അപ്പൊ നമ്മ രണ്ടുപേരും കൂടിയാണ് പോണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് പിള്ളേരെടുക്കാത്തത്? പിള്ളേരെടുക്കാത്തത് നമ്മ ബൈക്കിനല്ലേ പോണത്. ഇതിലൊരുത്തര ഫ്രണ്ടിൽ ഒരെണ്ണം ബാക്കിലോ ഇരുത്തണ്ടത്. അവരെ ഫ്രണ്ടിൽ ഇരുത്തിയാല് കരിഞ്ഞ 2 അൽഫാമായിരിക്കും കൂടെ ഉള്ളത്. വീട്ടിൽ ഒരു അമ്മ ചോദിക്കുന്ന 2 അൽഫാം മേടിച്ചു പോന്നേക്കണത്. അത് കേക്കണ്ടെന്ന് ഓർത്താണ് എടുക്കാത്തത്. അത് മാത്രല്ല, നമ്മ രണ്ടുപേരും കൂടി പോണതാണല്ലോ നമുക്കൊരു രസം. പിള്ളേരെ ശ്രദ്ധിക്കണം. ബ്ലോക്കാ നമ്മൾ കൊച്ചു വഴിയിൽ ബ്ലോക്കാ. ഗൈസ്, ഇത് നമ്മുടെ എവിടെയാണെന്ന് കമന്റ് ചെയ്യട്ടെ. നമ്മുടെ പറൂരിലൊക്കെ അറിയാൻ പറ്റും. ഈ കാണുന്നത് ഏതമ്പലമാണെന്നും കമന്റ് ചെയ്യട്ടോ. ഇനി കാണിക്കാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞാല് ഞാൻ ഡ്രൈവിങ് പഠിച്ച സ്ഥലം, അതായത് ഡ്രൈവിംഗ് പാസ്സായ ലൈസൻസ് എടുത്തത് ഇവിടെയാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടത്തെ പ്ലേസ് മാറ്റി പക്ഷെ ഇവിടുന്ന് മാറ്റി. ഇവിടെ അല്ല, ചെലപ്പോ പ്രാക്ടീസ് ഇവിടെ ഇരുന്ന് നമ്മുടെ ടെസ്റ്റ് ഒക്കെ ഉണ്ടായത്. ഇവിടെ ഇരുന്ന് എനിക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടായത് ഈ വഴിയായിരുന്നു. അത് ഞാൻ അത്ര എക്സ്പേർട്ട് ആയിരുന്നു ഡ്രൈവിംഗിൽ, അതുകൊണ്ടാണ് അന്ന് വന്നതില് ബാക്കി എല്ലാരും തോറ്റുപോയി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പാസ്സായി. അപ്പൊ നമുക്ക് കട എത്താറായിട്ടാ. അപ്പൊ ഈ റേറ്റിലാണ് കട വന്നത്. പക്ഷെ ഇന്ന് ദുഃഖവെള്ളി കാരണം കട ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ നമ്മ കടയിലെത്തി. കടയിൽ നിന്നുണ്ട്, ദുഃഖവെള്ളി ആയിട്ടും കടയിൽ നിന്നുണ്ട്. അപ്പൊ ഇതാട്ട കട. അപ്പൊ നമുക്ക് ഇനി കടയിലോട്ട് ആൾക്കാരുണ്ട്. ആൾക്കാരെന്നാണ് എല്ലാം 3 പേരുള്ളത്. കുഴപ്പമില്ല എന്നല്ല, നമാജിനോട് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ കോക്ടെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതാണ് കട. ഇത് പുതിയതായിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുണ്ടാവും തോന്നുന്നു, അത്ര ആയിട്ടുള്ളൂ തുറന്നിട്ട്. അപ്പൊ ഇത് ഒരു അമ്മയും 2 മക്കളും നടത്തുന്ന കടയാണ് കേട്ടോ. ഇവര് വന്നിട്ട് കണ്ണൂരിൽ നിന്നാണ്. അതാണ് കണ്ണൂർ കോക്ടെയിലാണ് ഇവിടെ സ്പെഷ്യലായിട്ട് വന്നത്. അല്ലാണ്ട് ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്പെഷ്യല് ഇവരുടെ കണ്ണൂർ കോക്ടെയിലാണ്. അപ്പൊ നമ്മളാണെങ്കിൽ ഒതന്റിക് കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിട്ടില്ല, ഇവിടെ നിന്നുള്ളതാണ് കുടിച്ചേക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ കണ്ണൂർ കോക്ടെയിൽ വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ കൊള്ളാട്ട. ആദ്യമായിട്ടാണ് കുടിക്കണത്. ആദ്യമായിട്ട് കുടിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നുള്ള ഒരാളുണ്ടാക്കിയത് ആദ്യമായിട്ടാണ് കുടിക്കണത്. ഇതായിരിക്കും ചിലപ്പോൾ ഒറിജിനൽ ടേസ്റ്റ്. ഇവിടെ ബാക്കി എന്തൊക്കെ ഷേക്കുണ്ടെന്ന് നമുക്ക് അവനോട് തന്നെ ചോദിക്കട്ടെ, അവനെ വിളിക്കട്ടെ. ഷിജിന് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ നോക്കിയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ കടയിൽ ടെൻഡർ കോക്കനട്ട്, അവക്കാഡോ, മാംഗോ, ചോക്ലേറ്റ്. നിങ്ങൾ ശരിക്കും കണ്ണൂരിന്നല്ലേ? അത് ഇതാണ് അമ്മ, 2 മൂത്തമ്മ, അമ്മയും 2 മക്കളും കൂടിയാണ് ഇത് നടത്തുന്നത്. ഉച്ച 11 മണിക്ക് രാത്രി 10:30. അപ്പൊ എല്ലാവരും സ്ഥലം അറിയാല, നമ്മുടെ പാറപ്പുറം നിയർ മന്നോട്ടുള്ള പാറപ്പുറത്താണ് ഉള്ളത്. കണ്ണൂർ കോക്ടെയിൽ കുടിച്ച് നമ്മ വീട്ടിലെത്തി. അപ്പൊ 80 രൂപക്ക് എന്തായാലും അത് വെറുതെ തന്നെയാണ്. അപ്പൊ പറൂര് നമ്മുടെ ഈ ഏരിയയിലുള്ളവരൊക്കെ അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. പിന്നെന്താണ് പറയാന്, ചൂടാണ്. എല്ലാരും വീട്ടിൽ തന്നെ ബി സേഫ്. ഓക്കെ, ബൈ.